അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാരങ്ങളുടെയും മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പത്തനംതിട്ട അടൂരിൽ നിന്നും പുറത്തു വരുന്നത്. വീട്ടിലെ ദോഷങ്ങൾ മാറ്റാനെന്ന വ്യാജേന എത്തി കൗമാരക്കാരെ വേട്ടയാടാൻ ശ്രമിച്ച പ്രതിയെ അടൂർ പോലീസ് അതിവേഗത്തിലാണ് വലയിലാക്കിയത്. കൊല്ലം പോരുംവഴി സ്വദേശികളായ ടി രഞ്ജു എന്നയാളാണ് ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ആഭിചാര ക്രിയകൾ ചെയ്യുന്നതിനിടെ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു അയാളുടെ പീഡന ശ്രമം. ഈ കേസിലെ പ്രതിയായ പോരുംവഴി സ്വദേശി രഞ്ജു പത്തനംതിട്ട അടൂരിലുള്ള പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നത് വളരെ ആസൂത്രിതമായിട്ടാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് അയാൾ നടത്തിയ കരുനീക്കങ്ങൾ ഇങ്ങനെയായിരുന്നു. സാധാരണക്കാരായ വീട്ടുകാർക്ക് പ്രതിയിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ ഇടയാക്കിയത് ഒരു ജനപ്രതിനിധിയുടെ ഇടപെടലായിരുന്നു. കൊല്ലം ജില്ലയിലെ പോരുംവഴിയിലുള്ള ഒരു പഞ്ചായത്തംഗം വഴിയാണ് പ്രതിയായ രഞ്ജുവിന് അടൂരിലുള്ള വീട്ടുകാർ ആഭിചാരക്രിയയ്ക്കായി നിയോഗിക്കുന്നത്. വീട്ടിലെ വിട്ടുമാറാത്ത ചില ദോഷങ്ങൾ മാറ്റാനും ഐശ്വര്യം കൊണ്ടുവരാനും ഇത്തരം പൂജകൾ ചെയ്യുന്നതിൽ അതീവ മിടുക്കനാണെന്ന് വിശ്വസിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് വീട്ടുകാർ അയാളെ പൂർണ്ണമായും വിശ്വസിക്കുകയും പൂജയ്ക്കായി തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു. പൂജയുടെ മറവിൽ വീട്ടിൽ തങ്ങിയ പ്രതി അർദ്ധരാത്രിയിലാണ് തന്റെ ക്രൂരമായ ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 10-ാം തീയതി രാത്രിയോടെയാണ് പ്രത്യേക പൂജകൾ ചെയ്യാനായി രഞ്ജു പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നത്. തുടർന്ന് ആഭിചാരക്രിയയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടെയാണ് വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന 15-കാരിയെ അയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പൂജയുടെ ഭാഗമാണെന്ന് ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ പെൺകുട്ടി ഭയന്ന് വിറച്ച് ബഹളം വയ്ക്കുകയായിരുന്നു. കുട്ടിയുടെ പെട്ടെന്നുള്ള പ്രതികരണമാണ് വലിയൊരു അപകടത്തിൽ നിന്നും അവളെ രക്ഷിച്ചത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ പ്രതിയെ തടയുകയും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു.